ജയിലിനകത്ത് വെച്ച് രണ്ടാമത്തെ ഉത്തരവും ഇറക്കി അരവിന്ദ് കെജ്രിവാൾ. എങ്ങനെ എപ്പോ സംഭവിച്ചു, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന മട്ടിൽ അന്തം വിട്ട് മേപ്പോട്ട് നോക്കുകയാണ് ഇ ഡി. സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഇ ഡി തകിടം മറിയുക കൂടിയാണ് ചെയ്യുന്നത്. ഒന്നിടവിടാതെ ഇ ഡിയെ വട്ടം ചുറ്റിക്കുകയാണ് AAP. കഴിഞ്ഞ ദിവസം ജലവിതരണവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെ BJP വലിയ പുകിലുമായി വന്നപ്പോൾ ഇ ഡി കഴിഞ്ഞ ദിവസം ജലവകുപ്പ് മന്ത്രി അതിഷി മർലേനയ്ക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു. കെജ്രിവാൾ ഉത്തരവിറക്കിയോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇ ഡിക്ക് മുൻപിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. കമ്പ്യൂട്ടറോ പേപ്പറോ ഭരണനിർവഹണത്തിന് ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും ഇല്ല. മുഖ്യമന്ത്രി എങ്ങനെ ഭരണനിർവഹണം നടത്തുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇ ഡി ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ. എന്നാൽ അതെങ്ങനെയെന്ന് കണ്ടുപിടിക്കും മുൻപേ അടുത്തൊരു ഉത്തരവ് കൂടി വരികയാണ്. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഒരുങ്ങുക കൂടി ചെയ്യുകയാണ് AAP. ജയിലിൽ നിന്നും തുടർച്ചയായ രണ്ടാം ദിവസവും മന്ത്രിസഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. ആരോഗ്യ മന്ത്രാലയത്തിനാണ് കെജ്രിവാളിന് നിർദ്ദേശം ലഭിച്ചത്. പിന്നാലെ ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് വാർത്താ സമ്മേളനം വിളിച്ചു. ആശുപത്രികളിൽ സൗജന്യമായി മരുന്ന് വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയത് എന്നാണ് മന്ത്രി അറിയിച്ചത്. കസ്റ്റഡിയിൽ ഇരുന്ന് കെജ്രിവാൾ എങ്ങനെ സർക്കാരിന് നിർദ്ദേശം നൽകി എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി അതിഷിയെ ചോദ്യം ചെയ്തേക്കും. അതിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണെന്ന് ആരോപിച്ച് BJP രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് സർക്കാർ ഉത്തരവ് തയ്യാറാക്കാൻ സാധിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന വിവരം പുറത്തു വന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളയുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തതോടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ഡൽഹി പോലീസ്. പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പും നൽകിയതിന് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മോദി ഏറ്റവും അധികം ഭയപ്പെടുന്നത് കെജ്രിവാളിനെ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സമൂഹ മാധ്യമ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം AAP ആരംഭിച്ചിരുന്നു. കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ഇ ഡി തുടരുകയുമാണ്. മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയും വീണ്ടും അത് നീട്ടി നൽകുകയുമാണ് ചെയ്തത്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ രണ്ടാമത്തെ ഉത്തരവ്. സത്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇ ഡിക്ക്.